Hello everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ആപ്ലിക്കേഷൻ ഫൈനലി റിലീസ് ആയ കാര്യമൊക്കെ അറിയാം. അതിൻ്റെ ആപ്ലിക്കേഷനും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനുള്ള സമയമായി 23 തൊട്ട് അടുത്ത മാസം 22 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 5 ദിവസമൊക്കെ എടുത്ത് കൃത്യമായി ഇതെന്താണെന്ന് പക്കാ മനസ്സിലായതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എടുത്തു വെച്ചതിന് ശേഷം അതിൻ്റെ നമ്പേഴ്സൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. കാരണം ഒരു മിസ്റ്റേക്സ് വരുത്താതെ മാക്സിമം നിങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും ഇതെല്ലാം നിങ്ങളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും അതിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു തെറ്റും വരുത്താതെ ഇനി ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇനി ഒരു വിൻഡോ ഓപ്പൺ ആയി, കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയി, അപ്പോൾ ചെന്ന് ഒരു കറക്ഷൻ വരുത്തേണ്ട അവസരം വരുത്താതെ ഏറ്റവും നല്ലതായിട്ട് ഇപ്പോൾ തന്നെ ഒരു സമയത്തിനുള്ളിൽ ഒരു ലിമിറ്റഡ് ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തിനകത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം വേണ്ടതായിട്ടുള്ള നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാം, കാരണം ഒരിക്കൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അതുകൊണ്ട് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് നീഡഡ് എന്ന് നമുക്ക് നോക്കാം. ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, വാലിഡ് ഫോൺ നമ്പർ. കാരണം ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഓൾറെഡി അക്കൗണ്ട് ഉള്ള ഒരാളായിക്കോട്ടെ, നിങ്ങൾക്ക് അറിയായിരിക്കും rrbapply.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറി വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. മാക്സിമം നിങ്ങൾ ഫോണിൽ ചെയ്യാണ്ടിരിക്കുക. ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഫേയിലോ എന്തെങ്കിലും അടുത്തുള്ള സെന്റേഴ്സിൽ പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഏറ്റവും നമുക്ക് നമ്മുടെ എന്താണ് ഇപ്പോൾ ഒരു ജോലിയുടെ കാര്യം ആവുന്നതുകൊണ്ട് തന്നെ ഒരു റിജക്ഷൻ വരാണ്ടിരിക്കണമെങ്കിൽ എല്ലാം കൃത്യമായി പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ്ലി നമ്മളിപ്പോൾ എന്താണ് അപ്ലോഡ് ചെയ്യുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വെബ്സൈറ്റിൽ കയറേണ്ട ഒരു സമയം വരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പാസ്വേഡാണ്. ചിലപ്പം പാസ്വേഡ് മറന്നു പോകണമെങ്കിൽ ഫോർഗട്ട് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഏതാണോ നമ്പർ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് അപ്ലൈ ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ ആദ്യമേ നിങ്ങളിപ്പോൾ NTPC ഒക്കെ കൊടുത്തവരാണ്, RPF കൊടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ടിൽ കയറുക. അല്ലെങ്കിൽ ഒന്നേന്നാണ് പുതിയ ആൾക്കാരാണ് ലോഗിൻ ചെയ്തതെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഇത് കാര്യം കൊടുക്കുക. അപ്പോൾ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വാലിഡ് ഫോൺ നമ്പറും നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കണം. ആ കാര്യങ്ങൾ മറന്നു പോകരുത്. കാരണം ഇതെല്ലാം അത്യാവശ്യമാണ്. ആക്റ്റീവ് ഇമെയിൽ ഐ ഡി വേണമെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുന്നു, നിങ്ങളുടെ എക്സാം സെൻറ്റർ റിലീസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജസ് വരുന്നത് അല്ലെങ്കിൽ SMS വരുന്നത് നിങ്ങളുടെ ഫോൺ നമ്പറിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വരുന്നത് മെയിലിലേക്കുമാണ്. അപ്പോൾ ആ ഒരു മെയിൽ ഐ ഡിയും നമ്പറും അത്യാവശ്യമാണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അതാണ് ആദ്യമായിട്ട് ഓക്കെ ആക്കേണ്ടത്. ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, വാലിഡ് ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് ആധാർ കാർഡ് ലിങ്ക് വിത്ത് എന്താണ് ആക്റ്റീവ് നമ്പർ, നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ആയിട്ടുള്ള നമ്പർ തന്നെ എന്ത് ചെയ്യുക, കയ്യിൽ കരുതാനായിട്ട് നോക്കുക. കാരണം വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ആധാർ വെച്ചൊരു വെരിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇടയ്ക്ക് വെച്ച് റെയിൽവേ എല്ലാത്തിലും പറഞ്ഞു ആധാറിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ആധാർ വെരിഫിക്കേഷൻ നടത്താറുണ്ട്. അതുകൊണ്ട് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു കാര്യം ഓൾറെഡി റെയിൽവേ റിലീസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ ആധാറിൻ്റെ വെരിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ കൃത്യമായിരിക്കണം. ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് 4 ഡിജിറ്റ്സ് നിങ്ങളെ കാണിക്കും, ഇപ്പോഴും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ആ നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് പോയി എന്ത് ചെയ്യണം, നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തുള്ള സെൻറ്ററിൽ പോയി എന്ത് ചെയ്യുക, ആധാർ കാർഡ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നമ്പർ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, ആ നമ്പർ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയായിട്ട് പുതിയ നമ്പർ സെറ്റ് ചെയ്ത് ഓക്കെ ആക്കാനായിട്ട് നോക്കുക കേട്ടോ. അതൊക്കെ ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് തന്നെ വരുത്തിക്കോണം. അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യമേ ചാടിക്കയറി ആപ്ലിക്കേഷൻ കൊടുക്കുകയല്ല, ഇതെല്ലാം പ്രോപ്പർ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കുക. 22-ാം തീയതി വരെ സമയമുണ്ട്, നല്ല ടൈമുണ്ട്. ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മിസ്റ്റേക്കൺ നെയിംസ് 10 ആധാർ വെച്ച് നോക്കുകയാണ്. അതായത് ഇപ്പം നിങ്ങളുടെ 10th നമുക്ക് 10th സർട്ടിഫിക്കറ്റ് ആണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. 10th സർട്ടിഫിക്കറ്റ് വേണമല്ലോ, കാരണം നമ്മുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് 10ാം ക്ലാസ് യോഗ്യതയുടെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ 10th സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതിലുള്ള ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഒതൻറ്റിക്കേഷന് വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് മനസ്സിലാക്കാനാണ് അവർ 10th സർട്ടിഫിക്കറ്റ് തന്നെ ചോദിക്കുന്നത്. എല്ലാത്തിനും അങ്ങനെയാണ്, എല്ലാ എക്സാമിനും 10th സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. കാരണം നമ്മുടെ ഏജും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒതൻറ്റിക്കേഷനും വേണ്ടിയിട്ടാണ്, കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 10th സർട്ടിഫിക്കറ്റിൽ ഇനി നമുക്കൊരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. അത് വാലിഡ് ആണ്, അത് ഒന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്ന, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തിലാണ്, നിങ്ങളുടെ ആധാർ കാർഡിലാണ്. ആധാർ കാർഡിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിലേ ചേഞ്ചസ് വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്തുള്ള സെൻറ്റേഴ്സിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എക്സാംസുകളൊക്കെ എഴുതിയപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേര് 10ാം ക്ലാസ്സിൽ ഒന്നാണ് കിടക്കുന്നത്, ആധാർ കാർഡിൽ വേറെ ഒന്നാണ് കിടക്കുന്നത്, അഡ്രസ്സ് ചേഞ്ചസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
നമുക്ക് ആധാറാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. 10ാം ക്ലാസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതൊരു വാലിഡ് പ്രൂഫായിട്ട് അങ്ങനെ തന്നെ അവശേഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആധാർ എന്താണോ 10ാം ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത് അതിലേക്ക് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താണോ കറക്റ്റ് ആയിട്ടുള്ളത് അതിലേക്ക് എന്ത് ചെയ്യുക? തിരുത്താനായിട്ട് ശ്രമിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ വലിയ വലിയ ഡീറ്റെയിൽസ്, ഇപ്പോൾ പെർമനന്റ് അഡ്രസ്സൊക്കെ മാറിയെങ്കിൽ അത് കുഴപ്പമില്ല, അത് നമുക്ക് സർട്ടിഫിക്കറ്റ് കാണിക്കാം. അല്ലാതെ പേരിൻ്റെ കാര്യത്തിൽ ഇനിഷ്യലോ പേരോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? നമ്മൾ ആധാർ കാർഡിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എടുത്ത് അവരുടെ നമ്മുടെ റെയിൽവേയുടെ PDF വന്നപ്പോൾ അതിൽ പറഞ്ഞതാണ് കാൻഡിഡേറ്റ് ഷുഡ് എൻ്റർ ദെയർ നെയിം. അവരുടെ നിങ്ങളുടെ നെയിം കൊടുക്കേണ്ട ആവശ്യമുണ്ട്, നിങ്ങളുടെ ഫാദേഴ്സ് നെയിം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക്. അച്ഛൻ്റെ നെയിമൊക്കെ വേറെ ആയിരിക്കും, ചിലപ്പോൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലും ആധാറിലും രണ്ടും രണ്ടായിരിക്കും ഒക്കെ ആയിരിക്കും വച്ചിരിക്കുന്നത്. അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പോയി നിങ്ങൾ ആധാറിൽ അത് ചേഞ്ച് ചെയ്ത് ആ മിസ്റ്റേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറക്ഷൻ വരുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാൻഡിഡേറ്റ് ഷുഡ് എൻ്റർ ദെയർ നെയിം, ഫാദേഴ്സ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആസ് റെക്കോർഡഡ് ഇൻ ദ SSLC അല്ലെങ്കിൽ 10 വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇതിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. കാരണം 10ാം ക്ലാസ്സാണ് വാലിഡ് പ്രൂഫ്, അതിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് മാറ്റണം? ഗുഡ്, എൻ്റർ ദ റോൾ നമ്പർ. പിന്നെ എന്താണ് 10ാം ക്ലാസ് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോൾ നമ്പറും സർട്ടിഫിക്കറ്റ് നമ്പറും ആണ് അവർ ചോദിക്കുന്നത് കേട്ടോ. ഡോക്യുമെന്റ് ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറയും, അതിൻ്റെ ഒപ്പം റോൾ നമ്പറും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ ആൻഡ് ഇയർ ഓഫ് പാസിംഗ് ആണ് വേണ്ടത്. നിങ്ങൾ ഏത് വർഷത്തിലാണ് പാസ് ചെയ്തതെന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്ര എന്ത് ചെയ്യുക? കൃത്യമായ കാര്യങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൻ്റെ റോൾ നമ്പറും പാസിംഗ് ഇയറുമാണ് വേണ്ടത്. അതിൽ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ആധാറിൽ പോയി അത് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇൻകം സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വേറൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, അത് അത്രയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇതെന്താണ് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. അവർ ചിലപ്പോൾ എന്ത് ചെയ്യാം? ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്. കാരണം EWS കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയും. അതുകൊണ്ടാണ് ഇൻകം സർട്ടിഫിക്കറ്റ് ഒന്ന് കയ്യിലെടുത്ത് വച്ചേക്കുക, ഒരു കോപ്പിയെങ്കിലും എന്ത് ചെയ്യുക? എടുത്ത് വയ്ക്കാൻ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ OBC NCL സർട്ടിഫിക്കറ്റ്, SC ST സർട്ടിഫിക്കറ്റ്, UR അല്ലാത്ത ജനറൽ കാൻഡിഡേറ്റ്സ് അല്ലാത്ത എല്ലാ കാസ്റ്റ് പരമായിട്ട് എന്തെങ്കിലും റിലാക്സേഷൻ കിട്ടുന്ന എല്ലാ പേർക്കും. എന്തിനാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? വാക്കൻസീസ് സെപ്പറേറ്റ് ചെയ്യുന്ന ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. OBC SC ST PWD EWS EBC എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വാക്കൻസി റിസർവേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് മാർക്കിൻ്റെ റിസർവേഷൻ ഉണ്ടാവില്ലേ? മാർക്ക് അനുസരിച്ച് OBCക്ക് സെപ്പറേറ്റ് കട്ട് ഓഫ്, നമ്മുടെ SC STക്ക് സെപ്പറേറ്റ് കട്ട് ഓഫ്, അതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചോദിക്കുന്നത്? അവർ ഈ റിലാക്സേഷൻ വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിന് പ്രത്യേകം റിസർവേഷൻ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, അവർ ജനറൽ കാറ്റഗറി ആണെന്ന് അറിയാം. അല്ലാതെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട ആവശ്യമുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ PSCയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചോളുക, സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്. സ്റ്റേറ്റിനും സെൻട്രലിനും ഡിഫറൻ്റ് ആണ്, അത് ആദ്യം തന്നെ മനസ്സിലാക്കിക്കോളുക. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളത് സെപ്പറേറ്റ് കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും ഡൗട്ടാണ് ഇതിന് എങ്ങനെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെയിൽവേയുടെ PDF കിട്ടുമല്ലോ. നിങ്ങൾക്ക് റെയിൽവേ PDF നമ്മളൊക്കെ ഷെയർ ചെയ്താണ്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം. ആ ഒഫീഷ്യൽ PDF നിന്ന് ഏറ്റവും ലാസ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പേജിൽ എന്താണ് ഈ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഓരോ സർട്ടിഫിക്കറ്റ്, OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ട്. OBC കാരിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തെളിയിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഇറങ്ങി കയറി നടക്കേണ്ട കുറച്ച് സമയം ഉണ്ടായിരിക്കും, അതെല്ലാം സബ്മിറ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിപ്പോൾ മെയ്യിലോ ജൂണിലോ ആണ് ഏതെടുത്തതെന്ന് വിചാരിച്ചോ, നമ്മുടെ OBC NCL എടുത്തത് അല്ലെങ്കിൽ SC ST സർട്ടിഫിക്കറ്റ് എടുത്തത്. ആ SC ST സർട്ടിഫിക്കറ്റിനൊക്കെ എത്ര വർഷത്തിൻ്റെ വാലിഡിറ്റി ആണ്? ഒരു വർഷത്തിൻ്റെ വാലിഡിറ്റി. കഴിഞ്ഞ പ്രാവശ്യം ജൂണിലാണ് എടുത്തെങ്കിൽ ഈ പ്രാവശ്യം ജൂൺ വരെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ആ ഒരു കോപ്പി വെച്ച് തന്നെ അപ്ലൈ ചെയ്യാം. അതിൻ്റെ നമ്പറാണ് വേണ്ടത് കേട്ടോ, അല്ലാതെ ഇത് ഡോക്യുമെൻ്റ് ബേസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്നല്ല. ഓക്കെ, അതിൻ്റെ നമ്പറാണ് ചോദിക്കുന്നത്. അതിന് ഒരു നമ്പറുണ്ട്, സർട്ടിഫിക്കറ്റ് നമ്പറുണ്ട്. ആ നമ്പറാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ നമ്പറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ എടുത്തിട്ട് ഈ ജനുവരിയിൽ ക്ലോസ് ആയവരാണെങ്കിൽ പുതിയതൊന്നും എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. പുതിയത് തന്നെ ലേറ്റസ്റ്റ് തന്നെ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയറേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, പുതിയത് എന്ത് ചെയ്യുക? വാങ്ങിക്കോളുക. വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചിലപ്പോൾ ഡോക്യുമെൻ്റ് ആയിട്ട് കൈ കിട്ടണമെന്നില്ല, പക്ഷെ നമ്പർ കിട്ടുമല്ലോ അവിടെ നിന്ന്. ആ നമ്പർ അങ്ങ് അപ്ലോഡ് ചെയ്തിരുന്നാൽ മതി കേട്ടോ.
കേട്ടോ. നമ്പറിൻ്റെ കാര്യമാണ് നമുക്കിവിടെ വേണ്ടത്. പക്ഷെ എന്താണ് സെൻട്രൽ ഫോം തന്നെയാണോ എന്ന് നോക്കുക, ചെക്ക് ചെയ്യുക കേട്ടോ. റെയിൽവേയുടെ ലാസ്റ്റ് PDF-ൻ്റെ ലാസ്റ്റ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? OBC NCLൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, SC STയുടെ അൺഎക്സ്ചർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. SC ST സർട്ടിഫിക്കറ്റ് ഉണ്ട്, EWS സർട്ടിഫിക്കറ്റ് ഉണ്ട്, PWD കാൻഡിഡേറ്റ്സിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓരോ ആൾക്കാർക്കും സർട്ടിഫിക്കറ്റ് കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, അത് പോയി എന്ത് ചെയ്യുക, വില്ലേജ് ഓഫീസിൽ പോവുക, അത് കഴിഞ്ഞ് തഹസിൽദാറിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കുക കേട്ടോ. അതെല്ലാം ചെയ്തോളുക, കൃത്യമായി തന്നെ ചെയ്തോളുക. ഓക്കെ, ഇതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ റിസർവേഷൻ കൃത്യമായി കിട്ടാനാണ്. ഇപ്പോൾ ഇത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാറ്റഗറി പരിഗണിക്കും? ജനറൽ കാറ്റഗറിയിൽ പരിഗണിക്കും. അത്ര കുഴപ്പമേ ഉള്ളൂ. നിങ്ങളുടെ ജനറലിൻ്റെ മാർക്കിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പ്രത്യേക ഇളവൊന്നും നിങ്ങൾക്ക് കിട്ടണമെന്ന് ഇല്ല. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഒരു മെയിൻ സാധനം എന്താണ്? NCVT ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ +2. നിങ്ങൾക്ക് എന്താണ് +2 ഉണ്ടെങ്കിൽ +2 വേണമെങ്കിൽ വെക്കാം. 10 നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ. +2 ചോദിച്ചാൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ എന്താ വേണ്ടത്? ITI സർട്ടിഫിക്കറ്റ് ആയിരിക്കും വേണ്ടത്. ITI സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ് NCVT സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് വെക്കുക കേട്ടോ. NCVT സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? റിസർവേഷൻസ് പല രീതിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ NCVT സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതങ്ങനെ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ കംപ്ലീറ്റ്. കാരണം CCA കാൻഡിഡേറ്റ്സിന് സെപ്പറേറ്റ് വാക്കൻസിയും അതുപോലെ തന്നെ സെപ്പറേറ്റ് റിസർവേഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് സബ്മിറ്റ് ചെയ്യുക. പ്രൂഫ് അങ്ങനെ തന്നെ സബ്മിറ്റ് ചെയ്യുക. അവർക്ക് മാത്രം കുറച്ച് ഇളവുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. NCVT കാൻഡിഡേറ്റ്സിന് അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് കുറച്ച് എന്തുണ്ട് കാര്യങ്ങൾ അധികമായിട്ടുണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. NCVT ഉള്ളവർ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്തോളാം. ഇനി അടുത്ത ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിന് സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡറിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുകയാണെങ്കിൽ അതിനും എന്തുണ്ട്? എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഡൈവേഴ്സ് ആയിട്ടുള്ള ജുഡീഷ്യൽ സെപ്പറേഷനുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യുക? ആപ്ലിക്കബിൾ ആണ്. ഇതൊക്കെ ചോദിക്കുന്നെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഡൈവേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈവേഴ്സ് എന്തെങ്കിലും ആയിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ ഇത് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൂഫ് കാണിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതുക. അത് കഴിഞ്ഞ് എന്താണ്? നോൺ ക്രീമി ലെയർ ഡിക്ലറേഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്താണ് ആവശ്യം. പക്ഷേ ഇപ്പോഴേ റെയിൽവേയുടെ PDF-ൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഡൗൺലോഡ് ഏറ്റവും ലാസ്റ്റ് പേജസിൽ ഇതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്. അതിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കൊടുത്താൽ മതി. നോൺ ക്രീമി ലെയറിൻ്റെ ഡിക്ലറേഷനാണ്. നിങ്ങൾ സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട. ഞാൻ നോൺ ക്രീമി ലെയറിലാണ് വരുന്നതെന്ന് പറഞ്ഞൊരു ഡിക്ലറേഷനാണ്. അതെടുത്ത് വയ്ക്കുക. ഓക്കെ, സർട്ടിഫിക്കറ്റും ഡിക്ലറേഷനും സെപ്പറേറ്റ് ആണ്. ഇനി അടുത്ത PWD മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് സെപ്പറേറ്റ് വേക്കൻസിയും ഉണ്ട്, റിസർവേഷനും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൃത്യമായി കയ്യിൽ കരുതുക കേട്ടോ. നേരത്തെ തന്നെ എടുത്ത് വയ്ക്കുക. ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ എപ്പോൾ തൊട്ട് വേണം നമുക്ക്? 22/2/2025 മുന്നേ വേണം. നമുക്കിതെല്ലാം കരുതേണ്ട ഒരു ടൈം ഇതാണ് കേട്ടോ. 22/2/2025 മുന്നേ ഉള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അപ്ലോഡ് ചെയ്യാവൂ. 10ൻ്റെ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ. എല്ലാത്തിൻ്റെയും വാലിഡിറ്റി എപ്പോഴായിരിക്കണം? 22/2/2025 മുന്നേ ആയിരിക്കണം. പാസ്പോർട്ട് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ കംപ്രസ് ചെയ്തതായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നമ്മുടെ പാസ്പോർട്ട് ഫോട്ടോയും സിഗ്നേച്ചറുമാണ്. ഓക്കെ, പാസ്പോർട്ട് ഫോട്ടോയും സിഗ്നേച്ചറും അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അത് കൃത്യമായി തന്നെ ഫോളോ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേര് റിജക്റ്റ് ആവാനുള്ള മെയിൻ ചാൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോട്ടോയുടെ കാര്യത്തിലും സിഗ്നേച്ചറിൻ്റെ കാര്യത്തിലുമാണ്. അതിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് കൃത്യമായി ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഇത് പിന്നെ എന്താണ്? ഫോർമാറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് ഈ ഫോർമാറ്റ് അവൈലബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേയുടെ PDF-ൻ്റെ തന്നെ ഒഫീഷ്യൽ PDF-ൻ്റെ ലാസ്റ്റ് പേജസിലാണ് ഇത് അവൈലബിൾ. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കോപ്പി എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കണ്ടോ, അനക്ഷർ 5 എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഫോർ പേഴ്സൺസ് ഹാവിംഗ് ലെസ് ദാൻ 40% ഡിസബിലിറ്റി. ശരിക്കും പറഞ്ഞാൽ 40% കുറവ് ഡിസബിലിറ്റി ഉള്ളവർക്ക് മാത്രമാണ് ഇതെന്ത് കൊടുക്കുന്നത്? ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? PWD കാൻഡിഡേറ്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഡിസബിലിറ്റി കാര്യമാണ് പറയുന്നത്. 40% താഴെ ഡിസബിലിറ്റി ഉള്ളവർക്കാണ് ഈ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെഡിക്കലിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസർവേഷൻ കിട്ടുന്നത്. അതുപോലെ ഇതെന്ന് പറയുന്നത് അണ്ടർടേക്കിംഗ് സ്ക്രൈബ് PWD കാൻഡിഡേറ്റ്സിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. വിഷ്വലി ഇമ്പയർഡ്, കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉള്ളവർ, റൈറ്റിംഗ് സ്പീഡിന് പ്രോബ്ലം ഉള്ളവർ, അതായത് പാൾസി, മസ്കുലാർ ഡിസ്ട്രോഫി, അങ്ങനെ എന്തെങ്കിലും ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ളവരോ അങ്ങനെ എന്തെങ്കിലും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം പോലെയുള്ള സംഭവങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സ്ക്രൈബിനെ അലോട്ട് ചെയ്യുമെന്നാണ്. റൈറ്റിങ്ങിനോ അല്ലെങ്കിൽ പറയുന്ന വിഷ്വൽ ബ്ലൈൻഡ്നെസ്സിനോ അല്ലെങ്കിൽ ഓട്ടിസം പോലെയുള്ള മെൻ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ക്രൈബിനെ പ്രപ്പോസ് ചെയ്യാവുന്നൊരു ഇതാണ് ഉള്ളത് കേട്ടോ. അതും എന്താണ് പ്രത്യേകം ഫോം ഉണ്ട്. ആ ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? സ്ക്രൈബിനെ അവർ എന്ത് ചെയ്യത്തുള്ളൂ? അഡ്മിറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യവും എന്ത് ചെയ്യുന്നിട്ടുണ്ട്? ഡിക്ലറേഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റെയിൽവേയുടെ ലാസ്റ്റ് പേജസിലാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളുക.
ഇനി അടുത്ത ഓൺലൈൻ മാൻഡേറ്ററി സ്കാൻഡ് ഡോക്യുമെന്റ്സ്. എന്തിൻ്റെയൊക്കെ സ്കാൻഡ് ഡോക്യുമെന്റ്സ് ആണ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് റെയിൽവേ സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് വേറൊന്നുമില്ല, നമ്മുടെ ഫോട്ടോ ആണ് ഫസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ. ഫില്ലിംഗ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കയ്യിൽ കരുതേണ്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഫോട്ടോസാണ്. ഫോട്ടോ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. എന്ത് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചായിരിക്കണം എടുക്കേണ്ടത്. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കരുത്, വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് എന്താണ്, നോൺ വൈറ്റ് ഡ്രസ്സ്, വെള്ള ഡ്രസ്സ് ധരിക്കാണ്ട് ഏതെങ്കിലും ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള കളറായിട്ടുള്ള ഡ്രസ്സ് തന്നെ ധരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നോൺ വൈറ്റ് ഡ്രസ് പ്രിഫറബിളി ഇൻ ഡാർക്ക് കളർ, ഏതെങ്കിലും ഡാർക്ക് കളർ ഡ്രസ്സ് ധരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ്, കളർ ഫോട്ടോഗ്രാഫ് 2 മാസത്തിൻ്റെ ഗ്യാപ്പേ ഉണ്ടാവും. 2 മാസം, പണ്ടത്തെ ഒന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. 2 മാസത്തിൻ്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു 3-4 മാസം നിങ്ങളുടെ മുഖം കണ്ട തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ടൈമിൽ ഫോട്ടോഗ്രാഫ് മാത്രമേ അപ്ലോഡ് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മാസത്തിൻ്റെ ടൈമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സൈസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 35 mm × 45 mm അല്ലെങ്കിൽ 320 × 240 പിക്സൽസ് JPEG ഫോർമാറ്റിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറയുന്നത്, അടുത്തുള്ള സെൻറ്ററിൽ ചെന്ന് എന്ത് ചെയ്യാൻ പറയുന്നത്, ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, സ്കാൻഡ് മിനിമം 100 DPI റിസൊല്യൂഷനൊക്കെ വെച്ചായിരിക്കണം ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. സൈസ് ഓഫ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് 50 to 100 KB അകത്തായിരിക്കും കേട്ടോ. 50 to 100 KB അകത്താണ്. ഈ ഫോട്ടോ കംപ്രസ് ചെയ്യണ കുറേ ഗൂഗിളിൽ തന്നെ ഒരുപാട് ഇതുണ്ട്, വെബ്സൈറ്റ്സുകളുണ്ട്. കംപ്രസിങ് ഫോട്ടോ, ഇമേജ് ടു കംപ്രസ്ഡ് ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടും കേട്ടോ. സോറി, ഓക്കെ. 50 to 100 KB ആണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫ്സ് ടേക്കൺ യൂസിങ് മൊബൈൽ ആൻഡ് സെൽഫ് കമ്പോസ്ഡ് പോർട്രേറ്റ്സ് മേ റിസൾട്ട് ഇൻ റിജക്ഷൻ എന്നാണ് അവരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ട് എടുക്കാൻ ശ്രമിക്കുന്ന ഫോട്ടോഗ്രാഫ്സിനൊക്കെ റിജക്ഷൻ വരും എന്നുള്ളൊരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ഫോട്ടോ ഷുഡ് ഹാവ് ക്ലിയർ ഫ്രണ്ട് വ്യൂ, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഫേസിൻ്റെ വ്യൂ കൃത്യമായി തന്നെ വരണം. പക്ഷെ അതിലൊന്നുണ്ടാവാൻ പാടില്ല, ഹാറ്റോ സൺഗ്ലാസസോ അല്ലെങ്കിൽ തൊപ്പിയോ ഒന്നും വരാൻ പാടില്ല. ദ ഫേസ് ഷുഡ് ഓക്കുപൈ അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ ഏരിയ ഓഫ് ഫോട്ടോഗ്രാഫ്. ഫോട്ടോഗ്രാഫിൻ്റെ കോളത്തിൻ്റെ 50% നിങ്ങളുടെ ഫേസ് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ലുക്കിംഗ് അറ്റ് ദ ക്യാമറ ഡയറക്റ്റ്ലി, അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ടോ നോക്കുക അല്ലാതെ ഡയറക്റ്റ് ക്യാമറയിൽ നോക്കുന്ന സെൻറ്റർ വ്യൂവിലുള്ള ഫോട്ടോ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഫേസ്, ഒന്നും കവർ ആവരുതെന്നാണ് പറയുന്നത്. അതായത് മുടിയൊക്കെ വന്ന് കിടന്ന് അങ്ങനെ ഒന്നും ആവരുത്. ഫേസ് കൃത്യമായിട്ട് ക്ലിയർ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒരു ഷാഡോയും ഫേസിൽ തട്ടാൻ പാടില്ല, ഫേസ് അത്രത്തോളം ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോർ ദ പർപ്പസ് ഓഫ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, നിങ്ങളുടെ ഡോക്യുമെന്റ് നിങ്ങൾ എക്സാം ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് വരുന്ന സമയത്ത് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു കീപ് അറ്റ്ലീസ്റ്റ് 12 കോപ്പി ഓഫ് ഫോട്ടോഗ്രാഫ്. നിങ്ങൾ ഏത് ഫോട്ടോഗ്രാഫാണോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ആ ഫോട്ടോഗ്രാഫിൻ്റെ 12 കോപ്പിയും കൊണ്ടുവേണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ പോകാൻ. അതുകൊണ്ട് അത് ആലോചിച്ച് കൃത്യമായിട്ടുള്ള ഫോട്ടോസ് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുകൊണ്ടാണ് എവിടെ പോയി എടുക്കാൻ പറയുന്നത്, നമ്മൾ സ്റ്റുഡിയോയിൽ വല്ലതും ഫോട്ടോ പോയി എടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത സിഗ്നേച്ചറിൻ്റെ കാര്യമാണ് അടുത്ത് വരുന്നത്. അതും എന്താണ്, JPEG ഫോർമാറ്റിൽ തന്നെയാണ് എടുക്കേണ്ടത്. പക്ഷെ എന്താണ്, റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗിലായിരിക്കണം ഒപ്പിടേണ്ടതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളാം. നിങ്ങളുടെ പേര് കൃത്യമായി റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ് തന്നെ കൊടുക്കുക. 30 to 50 KB ആണ് പറയുന്നത് കേട്ടോ. 30 to 50 KB ആണ് സൈസ് വരുന്നത്. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് എന്നാണ് അവർ എടുത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ആണ് അവരുടെ PDF പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. ഇനി അടുത്ത സിഗ്നേച്ചർ മസ്റ്റ് ബി ഇൻ റണ്ണിങ് ലെറ്റേഴ്സ് ആൻഡ് നോട്ട് ഇൻ ബ്ലോക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. വലിയ ക്യാപിറ്റൽ ലെറ്ററിലൊന്നും ഒപ്പിടാനായിട്ട് ശ്രമിക്കരുത്. സിംഗിൾ ആയിട്ടുള്ള റണ്ണിങ് ലെറ്റേഴ്സിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. JPEG ഫോർമാറ്റ് ഓഫ് 100 DPI റിസൊല്യൂഷൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഡയമെൻഷൻ ഒക്കെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പിക്സലിൽ എങ്ങനെയാണെന്ന് പറയുന്നു. സിഗ്നേച്ചർ ഇമേജ് ഷുഡ് ഹാവ് പ്രോപ്പർ റെസൊല്യൂഷൻ ആൻഡ് കംപ്ലീറ്റ് ഇമേജ് ഓഫ് സിഗ്നേച്ചർ. ഫുൾ ഇമേജും കിട്ടണം. അതെന്താണ്, വിസിബിൾ ഇൻ ദ സെൻറ്റർ ഓഫ് ഇറ്റ്സ് ബോക്സ്. ഒരു ബോക്സ് ഉണ്ടെങ്കിൽ സൈഡിലോ അല്ലെങ്കിൽ മോൾ സൈഡിലോ ഒന്നും ആയിരിക്കരുത്, കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആ ഒപ്പ് നേരെ നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളാം. സിഗ്നേച്ചർ ഒന്നും ബ്ലർഡ് ആവരുത്, അല്ലെങ്കിൽ എന്താണ് മിസ്റ്റേക്സ് ഒന്നും വരുത്തരുത്. ഫോട്ടോയും സിഗ്നേച്ചറുമാണ് ഏറ്റവും കൂടുതൽ റിജക്ഷൻ ഉണ്ടാക്കുന്നത്, അത് ശ്രദ്ധിച്ചോളാം. പിന്നെ വരുന്ന അപ്ലോഡഡ് സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SC ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അവർക്ക് എന്താണ്, ഫ്രീ പാസ്പോർട്ട് ട്രെയിൻ ട്രാവൽ വേണമെന്നുണ്ടെങ്കിൽ അവർ SC ST സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് PWD കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവരെന്താണ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആസ് പെർ എബോവ് ഓൺലി ആൻഡ് നോട്ട് ഓൺലി ദ ഫുൾ ബോഡി ഫോട്ടോ യൂസ്ഡ് ഇൻ ദ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. നിങ്ങൾ നോർമലി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൽ കാണിക്കുന്ന
ചെയ്യുന്ന ഫുൾ ബോഡി ആയിട്ടുള്ള ഇത് ഫോട്ടോ അല്ല അപ്ലോഡ് ചെയ്യേണ്ടത്. എന്ത് ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യണം? നിങ്ങളുടെ ഫേസിലെ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്താൽ മതി. ഷുഡ് ഓൾസോ അപ്ലോഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കാണിച്ചാൽ മതി, അല്ലാണ്ട് നിങ്ങളുടെ ഫുൾ ബോഡി ഫോട്ടോഗ്രാഫ് കാണിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് കേട്ടോ. ഇനി അടുത്ത സ്ക്രൈബിൻ്റെ എന്നും പറയുന്നുണ്ട്. സ്ക്രൈബ് എഴുതുന്നവരാണെങ്കിൽ സ്ക്രൈബിൻ്റെ applicable to eligible PWD candidates provide details of scribe duly uploading his or has passport size photograph. അതായത് സ്ക്രൈബ് ആരാണോ എഴുതുന്ന അവരുടെയും ഫോട്ടോഗ്രാഫ് കൊടുക്കേണ്ട ആവശ്യം സ്ക്രൈബ് വയ്ക്കുന്നവർക്കുണ്ട്. അതും എന്ത് ചെയ്യുക? കൃത്യമായി തന്നെ നോട്ട് ഡൗൺ ചെയ്യുക. എന്താണോ ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അതേ രീതിക്ക് തന്നെ സ്ക്രൈബിന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് ഫോളോ ചെയ്ത് വേണം നിങ്ങൾ ചെയ്യാൻ. എല്ലാം 22/2/2025 മുന്നേ തന്നെ എല്ലാം കയ്യിൽ കരുതിയിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഒരു മിസ്റ്റേക്സും വരുത്താതെ മാക്സിമം ശ്രദ്ധിക്കുക. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആക്കി വീണ്ടും പൈസ അടയ്ക്കുക എന്നൊക്കെ ഉള്ള പ്രോസസ്സ് നിർത്തുക. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ആവശ്യത്തിലധികം ടൈമുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? അത് ഒറിജിനലൈസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി കാണിക്കുക കേട്ടോ. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട, നല്ല രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. ഈ ഡോക്യുമെൻറ്റ്സ് വച്ചതിന് ശേഷം മാത്രം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് ആലോചിക്കുക. ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ഗൈഡൻസിൽ നല്ല രീതിയിൽ പഠിക്കണം. ഒരു 6 മാസത്തിൻ്റെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് കോഴ്സും കവർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളത്. എങ്ങനെ പഠിക്കണമെന്ന് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ദിശയുടെ ഓഫ്ലൈൻ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. RRB ഗ്രൂപ്പ് ഡി ഓഫ്ലൈൻ ബാച്ച് നമ്മുടെ February 3 കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം ബ്രാഞ്ചസിൽ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ്ലി തന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ആയി നിങ്ങൾ അത് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് ഗ്രൂപ്പ് ഡിക്ക് ഉള്ളത്. അത് കൃത്യമായി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. February 5 കാലിക്കറ്റ്, തൃശ്ശൂർ ബ്രാഞ്ചസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കണം. ഈ വർഷം തന്നെ ഗ്രൂപ്പ് ഡി നേടിയെടുക്കണം എന്ന സ്വപ്നമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇനി അടുത്ത 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് വേറെ ജോലിയുള്ളവരാണ് ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിൽ അറ്റൻഡ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ വരെയാണ്. റിപ്പബ്ലിക് ഡേയുടെ ഓഫറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. അതിനുശേഷം കൃത്യമായ രീതിയിൽ സോണിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റിൻ്റെ പ്രിഫറൻസും ഒക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്